ുന്ന ഒറ്റപ്പെടലുകൾ, ഇത് കുട്ടികൾക്ക് മണ്ണിനോടോ പ്രകൃതിയോടോ സഹജാതരോടോ സ്നേഹമുണ്ടാക്കാത്ത അവസ്ഥയുണ്ടാക്കുന്നു. സഹജീവി സ്നേഹം അത് തന്നെ ഇല്ലാതായി പോകും. ഓരോ പെട്ടിയായിട്ടാണ് ഓരോ സ്ഥലം. വീട്ടിലെ മുറി ഒരു പെട്ടി, പിന്നെ സ്കൂൾ ബസ് വേറൊരു പെട്ടി, അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ക്ലാസ് മുറി എന്ന വേറൊരു പെട്ടി. ഈ തരത്തിലേക്ക് കുട്ടി കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അത് കുട്ടിയുടെ ബാല്യം. അപ്പോൾ സകലം പഠിപ്പിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. കുട്ടിയുടെ പ്രായത്തിൽ കളിക്കേണ്ട പ്രായം, കുട്ടിയുടെ കളിച്ചു വളരേണ്ട കാലം, ആ ഘട്ടത്തിലൊന്നും കുട്ടിക്കതിന് കഴിയുന്നില്ല. കുട്ടിയെ ചെറുപ്രായത്തിൽ തന്നെ വല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള വേവലാതിയും ബേജാറും ഒക്കെയാണ് എല്ലാവർക്കും, സമൂഹത്തിനാകെ. ഈ ഒരു ചിന്തയുടെ ഭാഗമായി കുട്ടിയുടെ ബാല്യം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. കുട്ടിയുടെ മനസ്സ് തന്നെ ഒരു പ്രത്യേക രൂപത്തിൽ രൂപപ്പെടുകയാണ്. അപ്പോൾ ഒരു തരം അടഞ്ഞ മനസ്സ്, എല്ലാം പഠിപ്പ് പഠിപ്പ് പഠിപ്പ്, പഠിപ്പിനപ്പുറം ഒന്നുമില്ല എന്നൊരു മട്ടിലേക്ക് മാറുന്ന കുട്ടി, ഇതാണ് പൊതുവെ കാണാൻ നമുക്ക് കഴിയും. ഇനി വീട്ടിലെത്തിയാലോ, എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ കുട്ടിയോടൊപ്പം സന്തോഷവും സങ്കടവും ഒക്കെ പങ്കിടാൻ ചില കുടുംബങ്ങളിൽ ആരുമില്ല. അവിടെ അച്ഛനമ്മമാർക്ക് തന്നെ ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ പരസ്പരം സംസാരിക്കാൻ സമയമില്ല. ഓരോരുത്തരും അവരവരുടേതായ സ്വകാര്യ ലോകങ്ങളിൽ. സ്വകാര്യ ലോകം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ടി വി സീരിയലാകാം, അല്ലെങ്കിൽ ഫോണിൽ അഭിരമിക്കലാകാം. ഇപ്പോൾ കുട്ടിക്ക് വരുന്നത് എന്താ? ഒരുതരം വല്ലാത്ത അനാഥാവസ്ഥ. ഇവിടെ കുട്ടികളുടെ കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. എങ്ങനെ രക്ഷിതാക്കളായി മാറണം, രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ആ കാര്യവും ഈ സമൂഹത്തിൽ വലിയ തോതിൽ ബോധവൽക്കരണം ആവശ്യമുള്ള കാര്യമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കുട്ടി എന്താകുന്നു? കുട്ടി തൻ്റെതായ ഡിജിറ്റൽ ലോകത്തിലേക്ക് ഒരുങ്ങുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ ഡിജിറ്റൽ എഡിക്ഷൻ കുട്ടിയിലേക്ക് മാറുന്നു, കുട്ടിക്ക് വരുന്നു. അതിൽ നടത്തി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അച്ഛനായാലും അമ്മയായാലും ഒക്കെ ആ കുട്ടിയുടെ ശത്രുക്കളായി മാറുന്ന അവസ്ഥ വരുന്നു. അപ്പോൾ ഡിജിറ്റൽ എഡിക്ഷനും ഇന്നത്തെ കാലത്ത് പ്രധാനമാണ്. ഇതൊക്കെ വന്ന് ഭവിക്കുന്ന കാര്യങ്ങളാണ് നാം കാണേണ്ടത്. നമ്മളൊന്നിനും ഉത്തരം പറയാൻ ഞാൻ ശ്രമിക്കുകയല്ല. ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ സമൂഹത്തിൽ എങ്ങനെയൊക്കെ വളർന്നു എന്നുള്ളത് അവതരിപ്പിക്കുക മാത്രമാണ്.